ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാർ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ഉണ്ട്. അപ്പോൾ ഇനി കാണാൻ പോകുന്ന ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന ഒരു 4-5 അടുത്ത് കാണാൻ പോകുന്ന 4-5 എപ്പിസോഡിൻ്റെ ടോട്ടൽ റിവ്യൂ എല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ക്രക്സായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഹൈലൈറ്റ് എന്നുള്ളതാണ് ടോട്ടലി ഈ റിവ്യൂ പറയുന്നത്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ കുടുംബശ്രീ ഷാർ ആരും മറക്കണ്ട. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നതാരും സത്യഭാമയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. സത്യഭാമയുടെ അവസ്ഥ മറ്റൊന്നുമല്ല, നമുക്കറിയാം. എല്ലാ രീതിയിലും പാപ്പരാവാനുള്ള ഫസ്റ്റ് തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് സത്യഭാമ. ഒരറ്റം മന്ത്രി ദാസ് കൈവിട്ടു, മറ്റൊരറ്റത്തേക്കാണോ ഏട്ടത്തി എന്ന് വിളിച്ച് നടന്ന് ഉപേന്ദ്രനും നല്ല രീതിയിൽ ചതിക്കാനുള്ള എല്ലാ കളവും ഒരുക്കി വെച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. പക്ഷേ ഇതിനൊന്നും നടുക്ക് എന്താ സംഭവിക്കുന്നത് അറിയാതെ പൊട്ടാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രോഹിത്തും പ്രധാന ഹൈലൈറ്റാണ്. അപ്പം ടോട്ടലി സത്യഭാമയ്ക്ക് ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ സത്യഭാമ ഇരിക്കുമ്പോൾ അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല കേട്ടോ. അഹങ്കാരം തലയ്ക്ക് മേളിൽ തന്നെ. കാരണം ശാരദാമ്മയെ വിളിക്കണം. ശാരദാമ്മ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എൻ്റെ മകൻ വിഷ്ണുവിനും മറ്റൊരു പെണ്ണുമായിട്ട് ഞാൻ വിവാഹം തീരുമാനിച്ചു. ഒരു പാവപ്പെട്ട പെണ്ണ്, വലിയ കളക്ടറിൻ്റെ പത്രാസൊന്നും ഇല്ലെങ്കിലും അവളുമായിട്ട് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക. എന്നാലും ശാലിക്ക് മറ്റൊരു ഭർത്താവൊക്കെ ഉണ്ടല്ലോ, സത്യമൊക്കെ അച്ഛനും ഉണ്ട്. പിന്നെ വെറുതെ എൻ്റെ വിഷ്ണുവിൻ്റെ ജീവിതം എന്തിനാണ് നശിപ്പിക്കുന്നത്? ശാരദാമ്മ ഒരു കാര്യം ചെയ്യും, മകളോട് പറ, എൻ്റെ മകൻ്റെ വിവാഹത്തിൽ നിന്ന് ഡിവോഴ്സ് രേഖപ്പെടുത്തിയായിട്ട് ഒരു കാര്യത്തിനകത്ത് പേപ്പറിൽ ഒപ്പിട്ട് തരാനായിട്ട് പറ. അതോടെ നമുക്ക് തമ്മിലുള്ള പ്രശ്നം തീരുമല്ലോ. വെറുതെ എന്തിനാ സംസാരിച്ച് മുഷിയുന്നതിന് സത്യമാമ പറയുമ്പോഴത്തേക്കും നമ്മുടെ ശാരദം പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല സത്യാമ്മയെ കാര്യങ്ങളൊക്കെ സത്യാമ്മ തെറ്റിദ്ധരിച്ചത്. എന്ത് തെറ്റിദ്ധാരണയാണ് ശാരദാമ്മ ഈ പറയുന്നത്? ശാരദാമ്മയ്ക്ക് മോളെ എപ്പോഴും അനുകൂലിക്കാനാണ്, കാര്യങ്ങളെ നേരിട്ട് കണ്ടിട്ട് അനുകൂലിക്കാമെന്നതിന് ശാരദാമ്മ എടുത്ത് കയറി നല്ല തട്ടിക്കത്ത് സംസാരിക്കുക. ശാരദാമ്മ പറയുന്നുണ്ട്, കാര്യങ്ങളുടെ സത്യാവസ്ഥയൊന്നും അറിയാതാണ് ഈ പറയുന്നത്. സത്യാവസ്ഥ ഒരിക്കൽ അറിയുമ്പോൾ നിങ്ങൾ ശരിക്കും ഖേദിക്കും സത്യാമ്മയെ. അന്ന് നിങ്ങൾ ഈ രീതിയിൽ അവത്തിൽ സംസാരിക്കുക. എൻ്റെ ഷാനിമോളെക്കുറിച്ച് നിങ്ങൾ എന്തൊക്കെ ശാപവാക്ക് പറയുന്നു, എന്തൊക്കെ അവളെക്കുറിച്ച് നിങ്ങൾ ആക്ഷേപിച്ച് പറയുന്നു, അതിനെല്ലാം നിങ്ങൾ ശരിക്കും ഖേദിക്കേണ്ടി വരും. നിങ്ങൾ തന്നെ ദൈവത്തിനോട് മാപ്പ് അപേക്ഷിക്കും. ആ ഒരു ദിവസം താമസിക്കാതെ വരും എന്നൊക്കെ നമ്മൾ ശാരദാമ്മ പറയുമ്പോൾ ശാരദാമ്മ വീണ്ടും കിടന്ന് ഇരുന്നിടത്ത് തന്നെ കിടന്ന് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. മോളെ ഇപ്പോഴും മഹത്വവൽക്കരിക്കാൻ വേണ്ടി ഒന്നും നിൽക്കേണ്ട. മോളുടെ യഥാർത്ഥ രൂപം സ്വരൂപമൊക്കെ ഞങ്ങൾ കണ്ടതാണ്, പാതിവൃത്തിയൊക്കെ ഞങ്ങൾ കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് രണ്ടുപേരും ഫോൺ വയ്ക്കുന്നെങ്കിലും പിന്നെ രണ്ടുപേരും ഇനി കണ്ടുമുട്ടാൻ നിൽക്കുന്നുണ്ട്. അത് വലിയൊരു വമ്പൻ ടെസ്റ്റാണ്. അപ്പോൾ ഈ സമയം നമ്മുടെ ഷാലിനി സുസ്മിതയുടെ കൊമ്പൊക്കെ കോത്ത് കഴിഞ്ഞു. സുസ്മിത പറയുന്നുണ്ട്, ഷാലിനിയുടെ ലൈഫ് ഞാൻ നശിപ്പിച്ചിട്ടേ പോത്തുള്ളതൊക്കെ. സുസ്മിത വെല്ലുവിളിയും വാശിയൊക്കെ ആയിട്ട് സുസ്മിത ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് അവിടെ മറ്റൊരാളുടെ എൻട്രി. അത് മറ്റാരുമല്ല, ഷാലിനി വിളിപ്പിച്ചിട്ട് തന്നെ അവിടെ വരുന്ന വ്യക്തികളാണ്. വിഷ്ണുവിന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാമെന്ന് സത്യമാമ അമ്പലത്തിൽ വെച്ചൊരു വാക്ക് കൊടുത്ത പെണ്ണും അവളുടെ അച്ഛനും അമ്മയില്ലേ, അവരാണ് കേട്ടോ. അപ്പോൾ ഈ മൂന്നെണ്ണത്തിനെയും കാണുമ്പോൾ തന്നെ നമ്മൾ സുസ്മിതയ്ക്ക് മനസ്സിലാകും എന്തോ ഒരു കാര്യം ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഇത് അറിഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്നില്ല. അവിടെ തന്നെ സുസ്മിത കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഷാനി കളക്ടർ ക്യാബിനകത്ത് വെച്ച് ഷാനി ശരിക്കും എന്നാണ് ഇവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഷാനി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട വ്യക്തിയൊന്നുമല്ല. ഷാനി പറയുന്നുണ്ട്, നിങ്ങൾ വിഷ്ണുവായിട്ട് വിവാഹം കഴിപ്പിച്ച് തരാമെന്നാണല്ലേ സത്യാമ്മ പറഞ്ഞത്. സത്യാമ്മ മറ്റാരുമല്ല, സത്യാമ്മയുടെ മൂത്ത മരുമകളാണ് ഞാൻ. മൂത്ത മരുമകൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്നത് നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരുന്നത് വിഷ്ണുവിൻ്റെ ആദ്യ ഭാര്യ എന്നല്ല, ഇപ്പോഴും ഭാര്യ ഞാൻ തന്നെ. കാരണം നിയമപരമായിട്ട് ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഞാൻ തന്നെയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവരങ്ങ് ഞെട്ടിപ്പോവാണ്. കാരണം ഇവർ ഈ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ അച്ഛനും അമ്മയും ചോദിക്കുന്നുണ്ട്, അതിന് മാഡം കളക്ടർ മാഡം അല്ലേ, മാഡം ആണോ? ഞാൻ തന്നെ, വിഷ്ണുവേട്ടൻ്റെ ഭാര്യ ഞാൻ തന്നെയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇയാൾ എന്താണ്, പക്ഷേ സത്യാമ്മ അങ്ങനെയൊന്നും ഞങ്ങളോട് പറഞ്ഞു, സത്യാമ്മ വാക്ക് തന്നെ, സത്യാമ്മ അങ്ങനെ വെറുതെ പറയുമോ എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്കൊരു ഭയങ്കര ആശങ്കയാണ്. യഥാർത്ഥത്തിൽ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്? കാരണം നല്ല പ്രമാണിയായ ജമ്യയെ സത്യഭാമ പറയുന്നത് വിശ്വസിക്കണോ, അതോ താൻ ഈ ജില്ലാ കളക്ടർ പറയുന്ന വിശ്വസിക്കുന്നു? രണ്ടിനെ നടുക്കിൽ പെട്ടുപോയിരിക്കുകയാണ്. അപ്പോഴത്തെ ആ പെണ്ണിന് ഭയങ്കര സങ്കടം. കാരണം ആദ്യം തന്നെ ഒരു കല്യാണം മുടങ്ങി. ഇപ്പം വിഷ്ണുവിൻ്റെ കാര്യത്തിൽ സത്യാമ്മ വാക്ക് തന്നിട്ട് 4 പേരെ മുന്നിൽ വെച്ച് വാക്ക് തന്നിട്ടും വിഷ്ണുവിന് മറ്റൊരു വൈഫ് ഉണ്ടെന്നൊക്കെ അറിയുമ്പോഴത്തേക്ക് ആ പെണ്ണവിടെ തകർന്ന് നിൽക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് ഷാനിയുടെ വാക്ക് കേൾക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇല്ല മാഡം, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞങ്ങളിത് പ്രൊസീഡ് ചെയ്തത്, നിങ്ങൾ തന്നെ മര്യാദയ്ക്ക് ഒഴിഞ്ഞു പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നിയമപരമായിട്ട് നടപടിക്ക് പോകും. പിന്നെ അതിനുശേഷം കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ മകളുടെ ജീവിതം ഞാൻ നശിപ്പിച്ചെന്ന് പറയാൻ വേണ്ടി നിങ്ങൾ വരല്ലേ. വിഷ്ണുവേട്ടൻ ഇന്നും എന്നും സ്നേഹം എന്നോടാണ്. എനിക്ക് എൻ്റെ അമ്മായിയമ്മയ്ക്ക് തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ ഊതിപ്പെരുപ്പിച്ച് എൻ്റെ അമ്മായിയമ്മ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഷാനി സത്യഭാമ അവിടെ എന്താണ് താഴ്ത്തി കിട്ടി സംസാരിക്കുന്നത്. തനിക്കും വിഷ്ണുവും തമ്മിൽ ഇന്നും പ്രണയം നിലനിൽക്കുന്നതൊക്കെ ആയിട്ട് ഷാനി പറയുമ്പോൾ അവരെന്താണ് ഇതിനെ ന്യായം ചോദിക്കാൻ സത്യഭാമയുടെ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. ഈ സത്യഭാമയുടെ വീട്ടിൽ ചെന്നുള്ളൂ. സത്യഭാമ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഉപേന്ദ്രൻ്റെ ചതി, അതുപോലെ തന്നെ ദാസിൻ്റെ കൈമലത്തം, ഇതൊക്കെ ആയിട്ട് ചതിയുടെ വഞ്ചനയ്ക്കകത്ത് അങ്ങേയറ്റത്ത് പറ്റി നിൽക്കുമ്പോഴും അഹങ്കാരത്തിന് കുറവില്ല സത്യഭാമ ഇവരെ കാണാൻ നല്ല രീതിയിൽ സൽക്കരിച്ച് സ്വീകരിക്കുമ്പോൾ അവർ സത്യഭാമയുടെ ന്യായം ചോദിക്കുക. സത്യാമ്മ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ സത്യാമ്മയുടെ മകൻ എനിക്ക് വിവാഹം കഴിച്ചാലെന്നുള്ള കാര്യം പറഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ ആ പെണ്ണങ്ങ് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും സത്യാമ്മ അയ്യടമായി പോയി, എന്തോ ഈ പറയുന്നത്? സത്യാമ്മയുടെ മകൻ നേരത്തെ ഒരു വിവാഹം കഴിച്ചില്ലേ, ആ വിവാഹത്തിലെ ഭാര്യ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ വേണ്ടി സത്യാമ്മയ്ക്ക് വാക്ക് കൊടുക്കാൻ പറ്റുന്നത്? സത്യാമ്മയ്ക്ക് വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് എന്തിനാണ് സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ മാന്യത കെടുത്തെന്നൊക്കെ വന്നിട്ട് ആ പെണ്ണാണ് സത്യാമ്മയുടെ പറയുമ്പോൾ സത്യാമ്മയ്ക്ക് മനസ്സിലായി ഷാനി വിളിച്ച് വിഷ്ണു
ജില്ലാ കളക്ടറിൻ്റെ ഭീഷണിക്ക് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇങ്ങനെ നിങ്ങൾ കരുതുന്ന പോലെ ഒന്നുമല്ല കാര്യം. നിങ്ങൾക്ക് ഞാൻ സത്യങ്ങളൊക്കെ തെളിയിച്ചു തരാം എന്നൊരു നേരെ എന്താണ് ശാരദാമ്മയെ പോയി മീറ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ശാരദാമ്മ മീറ്റ് ചെയ്തിട്ട് ശാരദാമ്മയുടെ കർക്കശമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ മകൾ എൻ്റെ മകനെ ജീവിക്കാൻ സമയത്ത് ശപഥം എടുത്തിരിക്കുകയാണോ? അവൻ തന്നെ വിവാഹം കഴിക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്ത പെണ്ണിനെയും വീട്ടുകാരെ വിളിച്ച് അവർക്ക് ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യം എന്തായിരിക്കുന്നുണ്ട്? സത്യഭാമ അവിടെ കിടന്ന് ശരിക്കും ശാരദാമ്മ എടുത്ത് അമ്പലത്തിൽ വെച്ചാണ് കേട്ടോ ഇത്രയും പറയുമ്പം ശാരദാമ്മ ലാസ്റ്റ് പറയുന്നുണ്ട്, എൻ്റെ മകൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സത്യഭാമയെ ബോധ്യപ്പെടുത്തുന്ന പിന്നെ ഈ കാര്യത്തിന് ഡിവോഴ്സിൻ്റെ കാര്യം എന്നോട് ആവശ്യമുണ്ട്. മറിച്ച് ഷാനിക്ക് സത്യങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സത്യഭാമ ചോദിക്കുന്ന അതേ ഡിവോഴ്സ് പെറ്റീഷൻ ഞാൻ എൻ്റെ മകളെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് തരാമെന്ന് നമ്മുടെ ശാരദാമ്മ എന്നാണ് സത്യഭാമയ്ക്ക് വാക്ക് കൊടുക്കും. വാക്കാണല്ലോ ശാരദാമ്മ എന്നൊക്കെ സത്യഭാമ പറഞ്ഞിട്ട് രണ്ടുപേരും ഇവിടെ നിന്ന് പിരിയുന്ന കളയുന്നത്. ഇവിടെ വീട്ടിൽ വന്നിട്ട് ശാരദാമ്മ നടന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഷാനിയോട് പറയുമ്പോൾ ഷാനി എന്താണ് അമ്പ നിൽക്കുക, അമ്മ എന്തിനാണ് ഡിവോഴ്സിൽ ഒപ്പിട്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞത് ഷാനി ദേഷ്യപ്പെടുന്നു. പിന്നെ ഞാൻ എന്ത് പറയണം മോളെ, നീ അവരുടെ മുന്നിൽ ഇനി സത്യം തെളിച്ചേ പറ്റില്ല. അവരുടെ മുന്നിൽ മാത്രമല്ല വിഷ്ണു മോൻ്റെ മുന്നിൽ നീ സത്യം തെളിച്ച് എന്താണെന്ന് സംഭവിച്ചത് സത്യയുടെ അച്ഛനായിട്ട് വന്ന നീ തന്നെയാണെന്ന് തെളിവ് സഹിതം നീ അവരെ മനസ്സിലാക്കി കൊടുത്തേ പറ്റത്തുള്ളൂ ഷാനി, അല്ലെങ്കിൽ നീ അവർക്ക് ഡിവോഴ്സിൽ ഒപ്പിട്ട് കൊടുക്കും ഞാനാണ് വാക്ക് കൊടുത്തത്. ശാരദാമ്മ കൊടുത്ത് എന്താണ് ദേഷ്യപ്പെട്ട് പറയുമ്പം ഷാനി സമ്മതിക്കണം. അങ്ങനെ ഷാനി തീരുമാനപ്പെടുന്നു നാളത്തെ ദിവസം അതേ അമ്പലത്തിൻ്റെ നടയിൽ വെച്ച് തന്നെ സത്യങ്ങളെല്ലാം തുറന്ന് പറയാൻ വേണ്ടി ഷാനി താൻ മേടിച്ച് വെച്ച കോസ്റ്റ്യൂം ഉണ്ടല്ലോ, കോസ്റ്റ്യൂമൊക്കെ ഒരു ബാഗ് എടുത്ത് വെച്ച് നേരെ ഷാനി അമ്പലത്തിലേക്ക് പോകും. ഈ അമ്പലത്തിലേക്ക് ഷാനിയും കാത്ത് മറ്റാരൊക്കെയാണ് നിൽക്കുന്നത്, ഷാനിയെ കാത്ത് നിൽക്കുവാണ് ആ പറഞ്ഞ പെണ്ണിൻ്റെ വീട്ടുകാരും പെണ്ണും എല്ലാവരും നിൽപ്പുണ്ട്. വിഷ്ണുവുണ്ട്, സത്യാമ്മയുണ്ട്, നമ്മുടെ ശ്യാമയുണ്ട്, ഇവരെല്ലാവരും നിൽക്കുകയാണ്. അപ്പോൾ ഷാനി എന്താണ് സത്യാമ്മയുടെ മുന്നിൽ വന്ന് ആദ്യം ഭയങ്കര രീതിക്കകത്ത് വാചകമൊക്കെ അടിക്കുന്നുണ്ട്. ഈ സമയത്ത് ഷാനിയെ പിന്തുടർന്ന് മറ്റൊരാൾ വന്നിട്ടുണ്ട്. അത് മറ്റാരല്ല കേട്ടോ, എപ്പോഴും പോലെ സുസ്മിത തന്നെ. പാര പണിയാൻ കൂടെ തന്നെ നടക്കുന്നൊരു സുസ്മിതയാണ്. ഷാനി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞൊക്കെ സത്യമാണ്, ഈ നിൽക്കുന്ന വിഷ്ണുവേട്ടൻ്റെ ഭാര്യ ഞാനാണ്, ഇനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കും, എൻ്റെ ജീവിത അവസാനം വരെ വിഷ്ണുവേട്ടൻ്റെ ഭാര്യ ഞാൻ തന്നെ ആയിരിക്കും. വിഷ്ണുവേട്ടൻ അതുപോലെയൊക്കെ എന്ന് പറയും. വിഷ്ണുവിന് തിരിച്ച് മറിച്ച് ഒന്നും പറയാൻ പറ്റാതെ വിഷ്ണു എന്താണ് ഷാനി പറയുന്നതിൻ്റെ ആ സ്നേഹം തനിക്ക് മനസ്സിലുണ്ട്, പക്ഷേ എന്നാൽ ഷാനിയെ പൂർണ്ണമായി വിശ്വാസമില്ല. ആ ഒരു അവസ്ഥയിൽ വിഷ്ണു നിൽക്കുവാണ്. അപ്പം നമ്മുടെ ശാരദാമ്മയുടെ വാക്കുകളെല്ലാം കേട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നതെന്നൊക്കെ പറഞ്ഞ് സത്യഭാമ അങ്ങ് തുടങ്ങി. സത്യം പറയുന്നത്, ഷാനി നിൻ്റെ കൂടുതൽ വാചകടയൊന്നും വേണ്ട, നിനക്ക് പറയാനുള്ള കാര്യമാണ്. നിൻ്റെ അമ്മ പറഞ്ഞു നിനക്ക് എന്തൊക്കെയോ സത്യങ്ങൾ ബോധിപ്പിക്കാനുണ്ട്, ആ സത്യം ബോധിപ്പിക്കുക, നീ ഇതിന് ശേഷം ഇവിടുന്ന് പോകും. അമ്മ വാക്ക് തന്ന പോലെ ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ടതിന് ശേഷം നീ ഇവിടുന്ന് പോവുക, അല്ലെങ്കിൽ നിനക്ക് സത്യം അഥവാ തെളിയിക്കാൻ പറ്റിയ ഞാൻ നിൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പോലെ നിന്നെ കൊണ്ട് ഇനി ഒരിക്കലും ഡിവോഴ്സിൽ ഒപ്പിടാൻ ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് നിന്നെ മരുമകളായി ഞാൻ അംഗീകരിക്കുന്നു. സത്യഭാമ അവിടെ എന്താണ് വാക്ക് കൊടുക്കുവാണ്. അപ്പം ഷാനി പറയുന്നുണ്ട്, സത്യാമ്മയ്ക്ക് സത്യങ്ങളല്ലേ അറിയേണ്ടത്, സത്യമുള്ള അച്ഛനായി വന്ന വ്യക്തി ആരാന്നല്ലേ അറിയേണ്ടത്, ഞാൻ ഇപ്പം തന്നെ അറിയിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് നേരെ ഷാനി അങ്ങോട്ടേക്ക് എന്താണ് കാറിനടുത്തേക്ക് പോകുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ കേട്ടുന്ന സുസ്മിത കാര്യം മനസ്സിലായി. കാറിൽ എന്തോ ഒരു കാര്യം ഇവളുടെ കയ്യിലുണ്ട്, ഇവിടെ തന്നെ ആയിരിക്കും അച്ഛനായിട്ട് വന്നതൊന്നും സുസ്മിത എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അറിഞ്ഞിട്ടുള്ളതുകൊണ്ട് നേരെ എന്താണ് കാറിൻ്റെ അകത്ത് സുസ്മിത തന്നെ ആദ്യം പോയി ആ ബാഗ് അങ്ങ് എടുത്ത് മാറ്റുക, ആ കോസ്റ്റ്യൂമിൻ്റെ ബാഗ്. ഷാനി ഇവിടെ വന്ന് ഇത്രയും പ്രസംഗിച്ച് നിന്ന സമയത്താണ് ഷാനിയുടെ പ്രസംഗത്തിൽ എന്താണ് അടുത്ത ഷാനിയുടെ നീക്കമെന്ന് മുൻകൂട്ടി അറിഞ്ഞ് ഷാനിക്ക് മുന്നേ പോയി ബാഗ് എടുത്ത് സുസ്മിത മാറ്റിയിട്ട് വരുമ്പം ഷാനി കാറി വന്നിട്ട് ആ ബാഗ് ഇടന്ന് തപ്പുമോ, കാരണം ആ കോസ്റ്റ്യൂമൊക്കെ അതിനകത്താണല്ലോ. ഷാനി നോക്കിയിട്ട് ബാഗൊന്നും കാണില്ല. അങ്ങനെ ഷാനി നിസ്സഹായാവസ്ഥയിൽ വീണ്ടും നേരെ എന്താണ് സത്യഭാമയുടെ മുന്നിൽ ഒന്ന് ചാടുകയാണ്. അപ്പോൾ സത്യഭാമ പറയുന്നത്, എന്തി നിൻ്റെ തെളിവ് എന്തി, എന്താ കൊണ്ടുവന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ അത് എന്തി എന്ന് എനിക്ക് കാണുന്നില്ല, ഇവിടെ എന്തോ ചതിയാണെന്നില്ല. ആ നീ എല്ലാവരെയും ചതിച്ചിട്ട് നിനക്കെതിരെ ചതി നടക്കുന്ന ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന നിനക്ക് നാണമല്ലേ ഷാനി ചോദിക്കുമ്പോൾ വിഷ്ണു അവിടെ വീണ്ടും അമ്മ വീണ്ടും ഇവളെ നാണം കെടുത്താൻ വേണ്ടി തന്നെ നിൽക്കുകയാണ്. ആ നാണം കെടുത്തതിന് വേണ്ടിയിട്ടെല്ലാം വന്ന് നിന്ന് ഇവളും കൊടുത്തോളൂ എന്നിട്ട് വിഷ്ണു മനസ്സെന്താണ് ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് അങ്ങ് ഭയങ്കര എന്താണ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സത്യഭാമ ആ പെണ്ണിനെ വിടായിരുന്നു. ഇവളുടെ യഥാർത്ഥ സ്വരൂപം നിങ്ങൾക്ക് മനസ്സിലായി. ഇതുപോലെ തന്നെ ഇവളുടെ കയ്യിൽ അങ്ങനെ ചെയ്യാനുണ്ട് ഇങ്ങനെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഇവൾ ഭയങ്കര വീരവാദം പറയും. പക്ഷേ ലാസ്റ്റ് വരുമ്പം കാര്യങ്ങളോട് കാര്യം ഷാനിയോട് ചോദിക്കുമ്പോൾ യാഥാർത്ഥ്യം വരെ ഷാനിയുടെ കയ്യിൽ തെളിവുകൾ എന്ന് പറയുന്നത് കാണുക. തെളിവില്ലാതെ നിങ്ങൾ വിശ്വസിക്കുമോ? ഇവൾ പറയുന്ന കാര്യം ഈ ഒരു മുഖവരയ്ക്ക് എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇവളിന് എന്ത് വലിയ ജില്ലാ കളക്ടറെന്ന് പറഞ്ഞാൽ സത്യഭാമയുടെ വീട്ടിൽ കയറി കളിക്കാനുള്ള അവകാശമൊന്നും ഈ നാട്ടിൽ ഒരു ജില്ലാ കളക്ടറെ ഞാൻ കൊടുത്തിട്ടില്ല എന്ന് സത്യഭാമ അവിടെ കിടന്ന് ഭയങ്കര ഷോ കാണിക്കുമ്പോൾ ആ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ഒരു സമാധാനമോ എന്നാലും കല്യാണം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഷാനിയടുത്ത് നേരെ സത്യഭാമ എന്താണ് ഡിവോഴ്സ് പേപ്പർ നീട്ടുവാണ്. ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരാൻ പറയുമ്പം ഷാനി ഡിവോഴ്സ് പേപ്പർ എടുത്തിട്ട് പറയുന്നത്, എൻ്റെ ഭർത്താവ് എൻ്റെതായിരിക്കും, എന്നും എൻ്റെ തന്നെയാണ്, ഞാൻ ആർക്കും വേണ്ടിയിട്ടും എൻ്റെ വിഷ്ണുവേട്ടനെ വിട്ടു തരത്തില്ല എന്നിട്ട് നേരെ സത്യഭാമ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഷാനി ആ ഡിവോഴ്സ് പേപ്പർ വലിച്ച് കിറിയങ്ങ് കളയുകയാണ്. അപ്പം ഇത് കണ്ട് വിഷ്ണുവിനോട് ഭയങ്കര എന്താണ് അത്ഭുതമാണ്. കാരണം ഷാനി അമ്മ പറയുന്ന എന്തും കേട്ട് സാധാരണ ഒപ്പിട്ട് കൊടുത്തിട്ട് പോകുന്ന ഷാനി ഈ വട്ടം അതൊന്നുമല്ല ചെയ്യുന്നത്. ഡിവോഴ്സ് പേപ്പർ വലിച്ച് കീറി കളഞ്ഞ് സത്യഭാമയുടെ മുന്നിൽ തന്നെ അറിയുമോ, നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക്
തെറ്റ് പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ ഇന്ന് വരെ ഒരു തെറ്റ് ചെയ്തില്ല. എൻ്റെ സത്യാവസ്ഥ ബോധിപ്പിക്കാൻ എനിക്ക് എൻ്റെ ദൈവമുണ്ട്. എനിക്കറിയാം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ സത്യമാണ്. എൻ്റെ ജീവിതത്തിൽ അന്നും ഇന്നും എന്നും ഇനി എൻ്റെ ജീവിതകാലം വരെ അവസാനം വരെ ഉണ്ടാകുന്ന ഏക ഒരു പുരുഷൻ വിഷ്ണുവേട്ടൻ മാത്രമാക്കി. ഈ വിഷ്ണുവേട്ടൻ മാത്രമേ ഞാൻ സ്നേഹിച്ചുള്ളൂ എന്ന് ഷാനി പറയുമ്പോൾ നമ്മുടെ സത്യഭാമയ്ക്ക് ദേഷ്യം വരും. ഷാനി നീ വെറുതെ കള്ളം പറയില്ല. അപ്പം പിന്നെ സത്യയുടെ അച്ഛനായിട്ട് വന്ന വ്യക്തി ആരാണ് എന്ന് പറഞ്ഞാൽ ഷാനിയുടെ വീണ്ടും പറയുമ്പോഴത്തേക്കും ഷാനി പറയും സത്യാമ്മയ്ക്ക് സത്യങ്ങൾ എനിക്ക് ഇപ്പം തെളിയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും തെളിയിക്കത്തില്ല എന്നല്ല അതിന് അർത്ഥം. ഞാൻ സത്യാമ്മയുടെ മുന്നിൽ എന്തൊക്കെ തെളിയിക്കുമെന്ന് ബോധ്യപ്പെടുത്തോ ആ കാര്യങ്ങളൊക്കെ ഞാൻ തെളിയിച്ചിരിക്കും. അതുവരെ എന്നല്ല ഒരു കാലത്തും ഞാൻ ഈ ഡിവോഴ്സ് പേപ്പർ ഒപ്പിടില്ല. കാരണം എനിക്ക് എൻ്റെ പരിശുദ്ധയിൽ എനിക്ക് നല്ലപോലെ വിശ്വാസമുണ്ട്. അപ്പം നീ മറ്റൊരു കല്യാണം കഴിച്ചിട്ടില്ല ഷാനി തിരിച്ചു വയ്ക്കും. ഷാനി പറയുന്നത് ഞാൻ മറ്റൊരു കല്യാണം കഴിച്ചിട്ടില്ല. എൻ്റെ കഴുത്തിൽ അന്നും ഇന്നും കിടക്കുന്ന വിഷ്ണുവായിട്ട് അണിഞ്ഞ താരിയല്ലാതെ മറ്റൊരു വ്യക്തിക്ക് ഞാൻ കഴുത്ത് നീട്ടി കൊടുത്തിട്ടില്ല എന്ന് ഷാലിനി അവിടെ അടിച്ച് പറയുമ്പോഴത്തേക്കും വിഷ്ണു അത് കേട്ട് ഞെട്ടി നിൽക്കുന്ന കാഴ്ചയാണ് അടുത്ത എപ്പിസോഡിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഇനി കാണാൻ പോകുന്ന കുറിച്ച് അത് 2-3 എപ്പിസോഡിനകത്താക്കി ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇനി കാണാൻ പോകുന്ന എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണും. ചാനൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ കമൻസും ഷെയർസും ആരും മറക്കണ്ട. ബൈ.